ഹായ് ഗൈസ്, ഇന്ന് ഞാൻ പ്രൊമോയിൽ കണ്ടതാണ് ഒരു കാര്യം. നമ്മുടെ നൂറ മോൾക്ക് ഭയങ്കര ആഗ്രഹം ഈ ആഴ്ച എവിക്ഷൻ വല്ലതും നടക്കുന്നുണ്ടെങ്കിൽ ബേബി പോകാതെ കൂടെ നിൽക്കണം. അതിന് അനുമോള് പോയെങ്കിൽ കൊള്ളായിരുന്നു. അതങ്ങോട്ട് ഫുള്ളായിട്ട് വാ തുറന്ന് പറയുന്നില്ല, പോയെങ്കിൽ കൊള്ളായിരുന്നു. സാബുമേനും മോളും ഡേഞ്ചർ സോണിലാണ്. അപ്പോൾ നെവിൻ ടാസ്കിലൊന്നും പങ്കെടുക്കാതെ അവൻ ചിലപ്പോൾ പോകുമായിരിക്കും. പക്ഷേ അനുമോൾ കഴിഞ്ഞ ആഴ്ച ജോലിയൊന്നും ചെയ്തില്ല. കരച്ചിൽ കാർഡ്, ഒറ്റപ്പെടൽ കാർഡൊക്കെ ഇറക്കി അനുമോൾ മാറിയിരിക്കുമല്ലായിരുന്നോ? അപ്പോൾ പിന്നെ അനുമോൾ പോകാൻ ചാൻസ് കാണുന്നല്ലേ? അപ്പം ബേബി എൻ്റെ ഒപ്പം നിൽക്കണമെങ്കിൽ എന്തായാലും അനുമോൾ പോയേ വെക്കുള്ളൂ. എൻ്റെ നൂറ മോളെ അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ മോൾ മനസ്സിൽ വെച്ചേക്ക്. നിങ്ങളൊക്കെ ജോലി ചെയ്യാതെ കയ്യും കെട്ടിയിരിക്കുമ്പോൾ അനുമോൾ അടുക്കളയിൽ കിടന്ന് ഉള്ള പണിയൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കി തരുന്നതെല്ലാം കഴിച്ചിട്ടിരുന്ന് നിങ്ങളവളെ കുറ്റം പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവളൊരു മനുഷ്യ സ്ത്രീയല്ലേ? വിഷമം വന്നപ്പോൾ മാറിയിരുന്ന് കരഞ്ഞാണ്, ഒറ്റപ്പെടലൊക്കെ ഉണ്ടായി കാണും. അതിന് നിങ്ങൾ കുറ്റം പറഞ്ഞ് കഴിഞ്ഞ ഒരാഴ്ചത്തെ കാര്യം മാത്രം മുഖവിലക്കെടുത്ത് അവളെ അങ്ങോട്ട് കുറ്റം പറഞ്ഞ് അങ്ങ് ക്യാമറയെ നോക്കി അവൾ പുറത്ത് പോയിരുന്നെങ്കിൽ ജോലിയൊന്നും എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഈ സൂത്രം ആർക്കാ മനസ്സിലാകത്തെ? കാണുന്ന ആൾക്കാർ മണ്ടന്മാരല്ല കേട്ടോ. ബേബിയെ സേഫാക്കാൻ വേണ്ടിയിട്ട് അനുമോൾ പുറത്ത് പോയെങ്കിലെന്നുള്ള പറയാതെയുള്ള ആ മോഹം അങ്ങ് അല്ലെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. കഴിഞ്ഞ ഒരാഴ്ച കാലം മാത്രമേ അനുമോൾ ഇച്ചിരിയെങ്കിലും പണിയെടുക്കാതെ മാറിയിരുന്നിട്ടുള്ളൂ. അത്രയും സങ്കടം അവളുടെ ഉള്ളിലുണ്ടായിരുന്നത് കാരണമാണ്. അതങ്ങോട്ട് പ്രേക്ഷകരിലോട്ട് എത്തിക്കാൻ വേണ്ടി നൂറ മോൾ കുറേ പാടുപെടുന്നുണ്ട്. അതൊന്നും ആൾക്കാർ മുഖവിലേക്ക് എടുക്കില്ല. ആൾക്കാർ അവിടെ പണിയെടുക്കുന്നതും നല്ല പെരുമാറ്റം എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും അങ്ങോട്ട് ജോലിയൊന്നും ചെയ്യാതെ ഇരുന്ന് അങ്ങോട്ട് അനുമോളെ കുറ്റം മാത്രം പറഞ്ഞിരിക്കുന്ന എത്രയോ സമയങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അനുമോൾ പോകുമെന്നുള്ളൊരു സന്തോഷം. പോയെങ്കിൽ ബേബി സേഫായിട്ട് കൂടെ നിൽക്കുമെന്നുള്ള ആ മോഹം അങ്ങ് മാറ്റി വെച്ചേരെ. ബേബി പോണേന്ന് ഉള്ളൊരുക്കി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അത്രത്തോളം ബേബി എന്ന ബാക്കി ഞാൻ പറയുന്നില്ല ഗൈസ്. അങ്ങനെ നൂറ മോളുടെ ഒരാഗ്രഹം ഇന്ന് ഞാൻ ലൈവിൽ കണ്ടായിരുന്നു. എനിക്ക് ഒട്ടും പറയാതിരിക്കാൻ തോന്നിയില്ല. നൂറ മോളെ വായടക്കൂ, പണിയെടുക്കൂ.